ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ആ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയിച്ചിരുകയാണ്. അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹു നദീറുൻ വബശീർ. അല്ലാഹുവിനെ അല്ലാതെ ആരെയും നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾക്കായി അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ മുന്നറിയിപ്പുകാരനും സുവാർത്ത നൽകുന്നവനുമാകുന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തെ അറിയിച്ചിരുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സന്ദേശമാണ് തൗഹീദ് എന്നുള്ളത്. അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം ചോദിക്കുക. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാനോ അള്ളാഹുവിൽ മറ്റേതെങ്കിലും വസ്തുക്കളെയോ ശക്തികളെയോ പങ്കു ചേർക്കാനോ പാടുള്ളതല്ല. അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല. അവൻ ഏകനാണ്. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളിലും ഏകനാണ്. അള്ളാഹു ഏറ്റവും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് സാധിക്കാത്തതായി മറ്റൊന്നുമില്ല. അള്ളാഹുവിനെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവരായി മറ്റാരുമില്ല എന്ന് ഓരോ വിശ്വാസിയും വിശ്വസിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധന അള്ളാഹുവോട് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാതെ മറ്റു വസ്തുക്കളെ ആരാധിക്കുക, മറ്റു വസ്തുക്കളോട് പ്രാർത്ഥിക്കുക, മറ്റു വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ മുമ്പിൽ സുജൂദ് ചെയ്യുക, ഇതൊന്നും അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഏകനായ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായത്തോട് ആദ്യമായി പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, നിങ്ങൾക്ക് വിജയം കരസ്ഥമാകുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധന അള്ളാഹുവോട് മാത്രമായിരിക്കണം. കാര്യങ്ങൾ ചോദിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത് അള്ളാഹുവോട് മാത്രമായിരിക്കണം. അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു അനുവദിക്കുന്ന കാര്യമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഏറ്റവും വലിയ കൊടും പാപമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതായ പാപവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യമായി പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. രണ്ടാമതായി ഈ ആയത്തിൽ പറയുകയുണ്ടായി, തങ്ങൾ പറയുക, തീർച്ചയായും തങ്ങൾ അള്ളാഹുവിൽ നിന്നുമുള്ള മുന്നറിയിപ്പുകാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുകയും മോശമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് നരകം ഏർപ്പാടാക്കിയിട്ടുണ്ട്, കഠിനമായ ശിക്ഷകളും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് അവർക്ക് നൽകുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുകയും ചെയ്തവർക്ക് സ്വർഗവും സുഖകരമായ ജീവിതവും തയ്യാറാക്കിയിട്ടുണ്ടെന്ന സന്തോഷ വാർത്തയും അറിയിക്കുക. ഈ ഒരു ദൗത്യം തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ സത്യപ്രവാചകനാണെന്ന കാര്യം ജനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ് പ്രവാചകത്വം എന്നുള്ളത്. എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് അള്ളാഹു തആലയാണ്. അവർ പറയുന്നത് അള്ളാഹു പറയാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എപ്രകാരം മുൻകഴിഞ്ഞ പ്രവാചകന്മാർ സത്യമാണോ, അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യപ്രവാചകനാണ്. ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യണമെന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. അതുകൊണ്ട് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ, ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്, ഒന്ന് ഏകദൈവ വിശ്വാസം, രണ്ട് പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുക എന്ന സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ആയത്തിലും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം തന്നെയാണ് അറിയിച്ചിരുന്നത്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉക്കും മതാഅൻ ഹസനാ إلى
إلى أجل مسمى ويؤتي كل ذي فضل فضله وإن تولوا فإني أخاف عليكم عذاب يوم كبير. നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. എന്നാൽ നിർണിതമായ ഒരു കാലാവധി വരെ നിങ്ങൾക്ക് അല്ലാഹു സുഖജീവിതം നൽകുന്നതാണ്. അധികരിച്ച ഉദാരതയുള്ളവർക്ക് അധികരിച്ച പ്രതിഫലവും നൽകുന്നതാണ്. ഇനി നിങ്ങൾ തിരിഞ്ഞുകളയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ ഒരു വലിയ ദിവസത്തിലെ ശിക്ഷയെ ഭയക്കുന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പാപങ്ങളെ ഓർക്കുകയും ആ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും ജീവിതം നന്നാക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയം ലഭിക്കാനുള്ള മാർഗം, ഇരു ലോകത്തും അവർക്ക് വിജയം ലഭിക്കാനുള്ള മാർഗം ചെയ്ത പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങലും ജീവിതം നന്നാക്കലുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു തആല ആദ്യം ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നും പിന്നീട് നിങ്ങൾ തൗബ ചെയ്യുക എന്നും പറയുകയുണ്ടായി. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടലാണ്. തൗബ എന്ന് പറയുകയാണെങ്കിലും പാപമോചനം തേടലാണ്. എന്നാൽ ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും ഇടയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് പറയുകയാണെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങളിൽ നിന്നും പാപമോചനം തേടുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. അതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. ഏത് പാപവും ഓർത്തുകൊണ്ട് അതിൽ നിന്നും അള്ളാഹുവോട് പാപമോചനം തേടുക, അതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. എന്നാൽ തൗബ എന്ന് പറയുകയാണെങ്കിൽ നിരുപാധികം പാപമോചനം തേടൽ മാത്രമല്ല, താൻ ചെയ്ത പാപത്തെ ഓർത്തുകൊണ്ട് ഖേദത്തോടുകൂടി ഇനി ഒരിക്കലും ഭാവിയിൽ ആ പാപം ആവർത്തിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പാപമോചനം തേടുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബ ശരിയാവണമെങ്കിൽ, യഥാർത്ഥമായ പശ്ചാത്താപം ആവണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഖേദം വേണം. ഇനി ഒരിക്കലും ഈ പാപം ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എന്ന് പറയുകയാണെങ്കിൽ വെറും പാപമോചനം തേടലാണ്. ഹൃദയത്തിൽ ഇനി അത് ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയമൊന്നും ആവശ്യമുള്ള കാര്യമല്ല. എന്നാൽ തൗബയാവണമെങ്കിൽ, പശ്ചാത്താപമാവണമെങ്കിൽ, ഇനി ഒരിക്കലും ആ പാപം ആവർത്തിക്കുകയില്ല എന്ന ദൃഢനിശ്ചയം, അതുപോലെ ഖേദവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വൻപാപങ്ങളിൽ നിന്നും പാപമോചനം ലഭിക്കണമെങ്കിൽ തൗബ അത്യാവശ്യമായ കാര്യമാണ്. വെറും അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് വൻപാപങ്ങളിൽ നിന്നും പാപമോചനം ലഭിക്കുന്നതല്ല. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നത് കാരണമായി നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ വൻ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഇനി ഒരിക്കലും അത് ആവർത്തിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടിയും ഖേദത്തോടുകൂടിയും ആയിരിക്കണം പശ്ചാത്തപിക്കേണ്ടത്. തൗബ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു ദുശ്ശീലമുണ്ടെങ്കിൽ, ചെറുപാപങ്ങൾ ധാരാളമായി നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ ആ ചെറുപാപവും വൻപാപമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുശ്ശീലം ഒരാൾക്കുണ്ട് എങ്കിൽ ആ ദുശ്ശീലത്തിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. ഇനി ഒരിക്കലും ഈ ദുശ്ശീലം ആവർത്തിക്കുന്നതല്ല, ഇതുവരെ ചെയ്ത് തെറ്റായിപ്പോയി എന്ന ഖേദത്തോടുകൂടി ആ ദുശ്ശീലത്തിൽ നിന്നും തൗബ ചെയ്ത് അതിനെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നും പിന്നീട് നിങ്ങൾ തൗബ ചെയ്യുക എന്നും പറയുകയുണ്ടായി. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അറിയിക്കുകയാണ്, മുൻകഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ തൗബ ചെയ്യുകയും നിങ്ങൾ ജീവിതം മുന്നോട്ട് നന്നാക്കാനായി തീരുമാനിക്കുകയും ചെയ്യണം. ഇനി ആ പാപം ആവർത്തിക്കുകയില്ല എന്നും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്യണം. ആ രീതിയിൽ നിങ്ങളുടെ ജീവിതമാക്കി തീർക്കാനും അങ്ങനെ ജീവിതമാക്കിക്കൊണ്ട് ഇരുലോകത്തും വിജയികളായി തീരാനുമാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് മുൻകഴിഞ്ഞ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് ഇനി ആ പാപങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി മുമ്പോട്ടുള്ള ജീവിതം നന്നാക്കാനായി ഓരോ വ്യക്തിയും തയ്യാറാവണമെന്നുള്ളത്. ഈ നാം ഓതിയ ആയത്തിൽ തന്നെ
ഇസ്തിഗ്ഫാറിൻ്റെ ഗുണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നുണ്ട്. പശ്ചാത്തപിക്കുന്നതിൻ്റെ ഗുണങ്ങൾ, പാപങ്ങൾ മാപ്പാക്കിപ്പിക്കുന്നതിൻ്റെ ഗുണങ്ങൾ, അതിനെയും അള്ളാഹു തആല അറിയിച്ചിരുന്നുണ്ട്. അതിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.